സമഗ്ര സാമ്പത്തിക സഹകരണത്തിന് ഇന്ത്യ റഷ്യ ധാരണ. ഇരു രാജ്യങ്ങളും തൊഴിൽ ആരോഗ്യ മേഖലകൾ ഉൾപ്പെടെ 8 കരാറുകളിൽ ഒപ്പിട്ടു. സൈനികേതര ആണവോർജ്ജ രംഗത്തെ സഹകരണം ശക്തമാക്കാൻ തീരുമാനം. റഷ്യ യുക്രൈൻ സംഘർഷം തീർക്കാനുള്ള ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നതായും ഭീകരവാദത്തെ ഒന്നിച്ചു നേരിടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദി അടുത്ത സുഹൃത്തെന്ന് വ്ളാഡിമിർ പുടിൻ. ഇൻഡിഗോ പ്രതിസന്ധി അവസരമാക്കി വിമാന കമ്പനികൾ. ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. വലഞ്ഞ യാത്രക്കാർ. പരിഹാരവുമായി DGCA. പൈലറ്റുമാരുടെ വിശ്രമ സമയങ്ങളിലെ നിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തി. നാളെ മുതൽ സർവീസുകൾ മെച്ചപ്പെടുത്തുമെന്ന് ഇൻഡിഗോ. ടിക്കറ്റ് ക്യാൻസലേഷനിൽ മുഴുവൻ തുകയും തിരികെ നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ള നടത്താൻ കൂട്ടുനിന്ന വൻ തോക്കുകളെ ഒരാളെയും വെറുതെ വിടരുതെന്ന് ഹൈക്കോടതി. S. ജയശ്രീ, ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അന്വേഷണ സംഘത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന് ഹൈക്കോടതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിനെ അയോഗ്യനാക്കണമെന്ന ഹർജിയുമായി കോടതിയെ സമീപിച്ച് ഡോക്ടർ B. അശോക് IAS. സർക്കാരിന്റെ ശമ്പളം പറ്റുന്നയാൾ പദവിയിലിരിക്കാൻ യോഗ്യനല്ലെന്ന് വാദം. മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ടില്ലെന്നും ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടില്ലെന്നും വാദം. രാഹുലിനെതിരായ രണ്ടാമത്തെ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. രാഹുലിന്റേത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വൈകൃതങ്ങളെന്ന് മുഖ്യമന്ത്രി. 9ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടാനാകാതെ പോലീസ്.